നമസ്തേ മാഡം. നമസ്തേ. വെൽക്കം ടു VMC മലയാളം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു കുംഭമേള യാത്ര? കുംഭമേള യാത്ര എക്സലന്റ്. അയ്യോ, അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സുഭാഷിയും 4 years ബാക്ക് ഹരിദ്വാറിൽ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഇത്രയും ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ 3 days നാഗസാധുക്കളുടെ ഒപ്പം തന്നെ നമുക്ക് നല്ല ഒരുപാട് ദിവ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ കോടിക്കണക്കിന് ആൾക്കാരുടെ ഈ ഒരു ഫ്ലഡ് പോലെ, അപ്പോൾ നമ്മൾ അതിനൊക്കെ ആദരിച്ച്, ഈശ്വര ഇത്രയും ദിവ്യമായിട്ടുള്ളൊരു കാര്യം ആദരിച്ച് നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തു. വൈകുന്നേരം വളരെ വളരെ ഫെൻറ്റാസ്റ്റിക്കായിട്ട് നമ്മൾ ആ ഒരു അമൃത സ്നാനം കഴിഞ്ഞു. നല്ല അതിനെക്കുറിച്ച് പറയാൻ എന്താ ഉള്ളത്, അവർണ്ണനീയം. അവിടുന്ന് എല്ലാവരും കാശിയിലേക്കും ഇവിടെ എന്താണ് അയോധ്യയിലേക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. നിങ്ങൾ എന്താണ് അജന്തയിലേക്കും എല്ലോറയിലേക്കും ഒക്കെ പോകാൻ കാരണം? അത് ഞങ്ങള് കാശി 4 തവണ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് കാശിയിൽ പോകരുതെന്ന് എനിക്ക് അറിയാം. എന്താ വെച്ചാൽ അത്രയും ജനങ്ങളുണ്ടാവും. അപ്പോൾ അവിടേക്കൊന്നും അടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി തിരക്ക് കണ്ടതാണ്. അയോധ്യയിലേക്കൊന്നും അടുക്കാൻ പറ്റില്ല. പിന്നെ അയോധ്യ, കാശി, നൈമിഷാരണ്യം ഒക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡും പോയിട്ട് ഞങ്ങളെല്ലാം വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകണമെന്നുള്ളത് എക്സ്പീരിയൻസ് ആയി. അപ്പോൾ എനിക്ക് എല്ലോറ അജന്ത ഗുഹ എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എവിടെയോ ഒരിതിൽ. അപ്പോൾ തന്നെ അതിങ്ങനെ അത് കാണണം, ഒരിക്കലെങ്കിലും എൻ്റെ ജീവിതത്തിൽ കാണണം, അവിടേക്ക് പോകണം എന്നുള്ളൊരു ഒരു 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 ത്വര ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര അടുത്ത് വന്നതല്ലേ, ശരി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അജന്ത എങ്ങനെയുണ്ടായിരുന്നു? അജന്തയിൽ എന്താണ് അവിടെ പ്രത്യേകത? അജന്ത ഞങ്ങൾ അത് തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അതായത് ഈ ജന്മത്തിൽ ഞാൻ നല്ലൊരു മെഡിറ്റേറ്ററാണ്. പിന്നെ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് അജന്ത ഗുഹ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അതായത് ആ ശില ഉണ്ടല്ലോ, മൊത്തം ശിലയാണ്. ഒരു വലിയ എന്താ പറയുക, ഒരു പ്രദേശം മുഴുവൻ പാറയാണ്. അതിനെ അത്രയും വർഷങ്ങൾക്ക് ഒരു 6th 7th സെഞ്ചുറിയിൽ അത് അശോക ചക്രവർത്തിയുടെ ആ ഒരു നേതൃത്വത്തിൽ കേവലം അദ്ദേഹം ഒരു ഫാന്റാസ്റ്റിക് ബുദ്ധ ഫോളോവറാണ്, ട്രൂത്ത് ഫോളോവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് വേണ്ടിയിട്ട്, അത് മഹാപരിനിർവാണം വരയ്ക്ക് ഒരു വ്യക്തിയുടെ ആത്മീയ മഹാചൈതന്യ വിസ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഗുഹയാണ്. അത് കംപ്ലീറ്റ് സാധനയ്ക്ക് വേണ്ടി ഗുഹകളാണത്. അതിൽ വലിയ 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 ഹാൾസ്, ഒരുപാട് സ്തംഭങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനാ മുറികളുണ്ട്. പരംഗുരു പത്രിജി മെഡിറ്റേഷൻ റൂംസ് എല്ലാം ഇരുട്ട് നിറഞ്ഞ മുറികളാണ്. എന്ന് വെച്ചാൽ ഇരുട്ടിലാണ് ധ്യാനം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പത്രിജി. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടിൽ നമ്മളെല്ലാം ലൈറ്റ് ബീയിങ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇരുട്ടിൽ ഞങ്ങൾ അതിലേക്ക് കിടന്നിട്ട് ഞങ്ങൾ അത് പൂട്ടുമ്പോഴാണ് പുറത്ത് വന്നത്. അത്രയും മണിക്കൂറുകൾ ഞങ്ങൾക്ക് അതിൽ ആ സാധന, അതൊരു വലിയൊരു ആത്മാനന്ദം നൽകിയ ഒരു ദിവ്യമായിട്ടുള്ള അനുഭവമായിരുന്നു അജന്തയിൽ. പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് എല്ലോറയിലേക്ക് പോകാൻ പറ്റിയത്. രാവിലെ തന്നെ ഞങ്ങൾ എല്ലോറയിലേക്ക് പോയി. എല്ലോറയിലേക്ക് കടന്ന് ആ ഒരു ദൂരമുള്ള 2 ഗുഹകളിലേക്ക് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകണം. അവിടേക്ക് കടന്ന ഉടനെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിക്കുന്ന ഒരു പ്രതീതി തോന്നി. അത് ആത്മാനന്ദം, എപ്പോഴോ കാത്തു നിന്നിരുന്നൊരു കാര്യമല്ലേ, അത് സംഭവിച്ചതിൻ്റെ ഒരു ആത്മാനന്ദം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നത് ആനയുടെ, അതായത് വലിയ വലിയ പാറ ശിലകളാണല്ലോ, വലിയ ശിലകളാണ്, ഏകശിലകൾ. ആനകളേനൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ തുമ്പിക്കൈയില്ല, എന്താണ് കൊമ്പുകളില്ല, വാലുകളില്ല, കാലുകളില്ല, തകർത്ത് തരിപ്പണപ്പെട്ടതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ശിലകൾ, ആ ശില്പകലയാണല്ലോ അത് അത്രയും പ്രാധാന്യമായിട്ടുള്ളത്. അതായത് പ്രപഞ്ചത്തിന് വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് സത്യം, അതായത് ചരിത്രം അല്ലെ, അതായത് ആ ചരിത്രത്തെ പ്രപഞ്ചത്തിൽ നമ്മൾ ആ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊത്തി ഉണ്ടാക്കിയതാണത് ഒരിക്കലല്ലേ, എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ്. അയ്യോ, അതിങ്ങനെ നശിപ്പിച്ചു പോയല്ലോ, വിനാശകാരികളാൽ അത് നശിച്ചു പോയല്ലോ എന്നുള്ളൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും തോറും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു തുടങ്ങി. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അത് ആരാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ഒരു ദുഃഖം എവിടുന്നാണ് വരണത്? ഞാൻ വളരെ കൂളായിട്ടാണല്ലോ അവിടെ വന്നിട്ട് ഉള്ളത്. പക്ഷെ എന്താണ് ഈ ദുഃഖം? അത് കാണുമ്പോൾ അതാണോ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു വിഷമമാണോ ഇത്രയും ദുഃഖം? അത് കണ്ണീരായിട്ട് ശബ്ദത്തിൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ശ്രീബുദ്ധൻ്റെ ആ ഒരു പ്രതിമയുടെ അടിയിലായിട്ട് ധ്യാനത്തിലിരുന്ന ഒരു ധ്യാനത്തിലിരുന്നൊരു 5 minutesൻ്റെ ഉള്ളിൽ വെരി ക്ലിയർ ആയി ഞാൻ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ദിവ്യമായിട്ടുള്ള കാര്യം, അതായത് സത്യങ്ങൾ പ്രപഞ്ച ചരിത്രത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇൻ ഫ്യൂച്ചറിൽ മായ്ക്കപ്പെടും, തിരുത്തി എഴുതപ്പെടും, തകർക്കപ്പെടും, കുഴിച്ചു മൂടപ്പെടും, കത്തിക്കപ്പെടും എന്നറിഞ്ഞിട്ട് തന്നെ, ശിലകൾ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ, ആ ശിലകളെ കൊത്തി ശില്പങ്ങളിലൂടെ
ഈ പ്രപഞ്ചത്തിന് വരും തലമുറകൾക്ക് പ്രപഞ്ചത്തിലെ മഹാസസൂക്ഷ്മ രഹസ്യങ്ങൾ ആ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവ്യാത്മസ്വരൂപരുടെ ദിവ്യമായിട്ടുള്ള ചൈതന്യങ്ങൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുണ്ട്. ആ ദിവ്യാത്മസ്വരൂപരുടെ ഒപ്പം ജന്മം എടുത്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് ആ ഒരു ജന്മം എനിക്ക് ആ ഒരു 5 മിനിറ്റ്സിൽ തന്നെ എങ്ങനെയാണ് കണക്ട് അയച്ചാലോ അത് ഏതൊരു സാധകനും കണക്ട് ആവും കിട്ടുമോ. എന്താ വെച്ചാൽ ഇത് എൻ്റെ മാത്രം ഒരു ഗ്രേറ്റ്നെസ് അല്ല, എല്ലാ മനുഷ്യരിലും ഗതജന്മങ്ങളുടെ സംസ്കാരമുണ്ട്, ഓർമ്മകളുണ്ട്. ചിലയിടത്ത് അയ്യോ എനിക്ക് ഇയാളെ അറിയാലോ, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിത് അനുഭവത്തിലുണ്ടല്ലോ, അയ്യോ ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പലർക്കും കണക്ട് ആവും. പക്ഷെ അവർക്ക് ഈ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ക്ലിയർ വിഷൻ കിട്ടില്ല. അവർക്ക് ആരും അതായത് ധ്യാന സാധനയുടെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ടത് കണക്ട് ആവും. പക്ഷെ ഞാൻ 18 വർഷത്തോളമായിട്ട് ധ്യാന സാധന ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കണക്ട് ആയത്. എന്തായിരുന്നു ആ മെസ്സേജ് അല്ല, അതൊരു സിനിമയെ പോലെ എനിക്ക് കാണിച്ചു തരായത്. ഞാൻ ആ ഗർഭപാത്രത്തിൽ തന്നെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ കേൾക്കുന്നത് ഈ ഉളിയുടെ ശബ്ദങ്ങളാണ്. ഉളിയിൽ ചുറ്റിക കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ശബ്ദങ്ങള്, കൊത്തുകളുടെ ശബ്ദങ്ങളാണ് ശ്രുതികള്, ഓരോരോ പ്രഷർ, അതെല്ലാം ഒരേപോലെയല്ല. അതാണ് ഞാൻ കേട്ടിട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ജന്മമെടുത്ത് പ്രസവിച്ചിട്ട് ഞാൻ വീഴുന്നത് എന്ന് പറയില്ലേ, അത് ഈ ശബ്ദത്തിലേക്കും ഈ കല്ലിന്റെ ചീളുകളിലേക്കുമാണ് ഞാൻ കളിച്ചത് അതുകൊണ്ടാണ് കളിച്ചു വളർന്നത്. അന്നത്തെ അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനത്തെയുള്ള ആ അക്ഷരാഭ്യാസം എന്തായിരുന്നു എന്നറിയോ, എൻ്റെ കുഞ്ഞു കൈകളിൽ ഉളി ഏൽപ്പിച്ചിട്ട് എൻ്റെ പിതാവ് എനിക്ക് ഓരോ അടിയില്ലേ ചുറ്റിക കൊണ്ട് എവിടെ എങ്ങനെ അടിക്കണം, എങ്ങനെ ഏത് പ്രഷർ എത്ര പ്രഷർ കൊടുക്കണം, അതായിരുന്നു അക്ഷരാഭ്യാസം. എന്നുവെച്ചാൽ കേവലം അതിനു വേണ്ടി മാത്രം ജന്മമെടുത്ത മഹാകാരണ ജന്മങ്ങളായിരുന്നു. അതിനുവേണ്ടി എന്തിന് പ്രപഞ്ച ചരിത്രത്തിന് ശില്പങ്ങളിലൂടെ ഒരിക്കലും തകർക്കപ്പെടാത്ത അവരുടെ മക്കളെയാണ് ആ വർഗത്തിലുള്ള ആ പഠിപ്പാണ് അവര് പഠിപ്പിക്കുക. പക്ഷെ അന്നത്തെ അക്ഷരാഭ്യാസം വേറൊന്നുമില്ല, കേവലം ഇതിനു വേണ്ടി ജന്മമെടുത്താരും അവര് ശില്പിയുടെ വീട്ടിലായതുകൊണ്ട് ആ ജന്മം അല്ല, മറ്റുള്ള വകുപ്പാണെങ്കിൽ വേറെ ഏതെങ്കിലും അത്ര തന്നെ എല്ലാം ദിവ്യത്വം നിറഞ്ഞ അനുഭവങ്ങളല്ലേ. അപ്പോ അതായത് ഒരു ശില്പത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശിലയിൽ ഒളിഞ്ഞിരിക്കുന്ന ശില്പത്തെ പുറത്തെടുക്കുക പറഞ്ഞാൽ അത് സാധാരണ ഏതും അങ്ങനെ തന്നെയാണ്. അതും ധ്യാനം. കണ്ണടച്ച ഒരു ഭാഗത്ത് ഇരിക്കുന്നത് മാത്രമാണോ ധ്യാനം? അല്ല മാഷേ, എല്ലാം ധ്യാനമാണ്. അത്രയും ദിവ്യമായിട്ടുള്ള ജന്മങ്ങൾക്ക് ശക്തിയുള്ളവർക്കും ദിവ്യത്വമുള്ളവർക്കാണ് ഒരു പണി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ VMCയിലൂടെ ചെയ്യുന്നത് അത് തന്നെയാണ്. ശില്പി തന്നെയാണ് ഞാൻ. ശിലയെ ചെത്തിയെടുത്ത് അതായത് ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ശില്പത്തെ അതിപ്പോൾ ദുർഗുണങ്ങളാലോ അവലക്ഷണങ്ങളാലോ മായയാലോ അഹങ്കാരത്താലോ ഈഗോയാലോ അല്ലെങ്കിൽ അസൂയയാലോ ഒക്കെ അത് ഒളിക്കപ്പെട്ടിട്ടാണ്, അവർക്ക് പോലും അറിയില്ല. അപ്പോൾ അതിനെ ശിലയെ കൊത്തിയെടുക്കുന്നത് പോലെ തന്നെ കൊത്തിയെടുക്കാനാണ് ഹാർഡാണ്. ഒരു ചാട്ടുളി പോലെ തന്നെയാണ് എൻ്റെ വേർഡ്സ്. പലർക്കും അത് വളരെ വേദനിക്കാറുണ്ട്. പക്ഷെ അത് വേദനിക്കുകയല്ല, അത് അവരെ സഹായിക്കുകയാണെന്നുള്ളത് അവർ ആ ഡീപ്പ് അവസ്ഥയിൽ കുറേ സാധന ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അയ്യോ സീമാജി പറഞ്ഞത് ഇതാണ്. ഇന്നും ഞാൻ ശില്പിയാണ് മാഷെ. അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ ഒരു ജന്മം കാണാൻ പറ്റും. ആ ജന്മം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിനു വേണ്ടി അതായത് ഒരു കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ അല്ല, ഒരു ജന്മം പരിപൂർണമായിട്ട് ത്യാഗം ചെയ്തിട്ട് കേവലം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ദിവ്യാത്മസ്വരൂപർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിപൂർണമായിട്ട് ഇതിനെ സമർപ്പിച്ചിട്ട് ഈ ഒരു ചരിത്രത്തിന് വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ള പ്രപഞ്ച സത്യങ്ങളെ, ശാശ്വതമായിട്ടുള്ള സനാതന സമ്പ്രദായങ്ങളെ ഒരിക്കലും എല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാം അവശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുത്തതാണ്. അപ്പോൾ പരിപൂർണ്ണം അവിടെ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും, മരണം പോലും അവിടെയായിരുന്നു പക്ഷേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ജന്മം മുഴുവൻ ത്യാഗമാണ് ഓരോ ശിലയും. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ വിനാശകാരികളെ ഡാർക്ക് പേഴ്സണാൽ തകർക്കപ്പെട്ടത് കാണുമ്പോൾ ഉള്ള ആ ദുഃഖമാണ് റിലീസായത്. ആ ദുഃഖമോടെ റിലീസായി. അപ്പോൾ അതെൻ്റെ ഉള്ളുന്നത് വളരെ ഒരുപാട് റിലീസായിട്ടുണ്ടാവും ആ വേദനയിലൂടെ. അവിടെ വലിയ അമ്പലം ശിവക്ഷേത്രവും ഉണ്ട്, അത് എല്ലാം ഉണ്ട്, എല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട്. ബുദ്ധന്റെ മാത്രമല്ല, അവിടെ ശിവക്ഷേത്രങ്ങളുണ്ട്, അതൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ അന്നത്തെ കാലത്ത് കർണാടക മഹാരാജാവ് നിർമ്മിച്ചിട്ടുള്ള ആ ശിവന്റെ ലിംഗം, അതായത് ശിവരാത്രിയുടെ അന്ന് ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പോൾ ആ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചാൽ പറ്റില്ല. അപ്പോൾ അത്രയോ കാലം പൂജിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ അവിടെയൊക്കെ ഉണ്ട്, എല്ലാ പണികളിലും ആ മേൽനോട്ടത്തിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ആത്മാനന്ദം കൊണ്ട് ഞാൻ ശരിക്കും എന്താ പറയുക
അത് എൻ്റെ ജന്മത്തിൻ്റെ വിശിഷ്ടത ഓരോ വ്യക്തിക്കും ഓരോ ദിവ്യാത്മസ്വരൂപർക്കും ഇങ്ങനെ തന്നെ അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പം നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനി മഹർഷിയിലൂടെയാണ് ആത്മവിദ്യ അല്ലേ? അതേപോലെ അതായത് ഭഗവാൻ അവതാരം തന്നെയാണ്, പക്ഷേ ഈ ഭൂമി മായയാണ്. പക്ഷേ മായാവുമ്പോൾ അപ്പോൾ സാന്ദീപനി മഹർഷിയിലൂടെ ആത്മവിദ്യ. അതേപോലെ തന്നെ ശ്രീരാമസ്വാമി അമ്മ മഹാലക്ഷ്മി നാരായണിയാണ് സീതാമാതാവായിട്ട് ജന്മം എടുത്തിട്ടുള്ളത്. പക്ഷെ അവർ മറന്നിട്ടുള്ള ജന്മലക്ഷ്യം അവർ മനസ്സിലാക്കാൻ ആ സമയത്ത് അതാത് സമയത്ത് മഹർഷിമാർ സന്യാസിമാർ അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ദേവതകൾ തന്നെ മഹാദേവികൾ തന്നെ ഭൂമിയിൽ പ്രവേശിച്ചവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ സെഞ്ചുറീസിലും ദിവ്യമായിട്ടുള്ള ജന്മങ്ങളാണ് എടുത്തു വന്നിട്ടുള്ളത്. അത് പരമഗുരു പത്രിജിയെ പോലെ അത് കണക്ട് ആവാൻ അപ്പോൾ ഇന്നിപ്പോൾ വിപ്ലവാത്മകമായിട്ട് കേരള ചരിത്രത്തിൽ വെജിറ്റേറിയനിസം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പിരമിഡ് പവർ എന്നുള്ളത് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈസി അല്ല. അതായത് ജന്മസംസ്കാരം എന്നുള്ളത് ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെയാണ്. പക്ഷെ പരമഗുരു പത്രിജി പറഞ്ഞിട്ടുണ്ട്, ശക്തി ഒന്നിനു വേണ്ടിയിട്ടും വേണമെന്ന് കരുതി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്ന്. എന്നുവെച്ചാൽ അതീന്ദ്രിയ ശക്തികൾ നമ്മളിൽ ഉണരുമ്പോഴാണ് പരമഗുരു പത്രിജിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ആയിട്ടുള്ളത്. എന്നുവെച്ചാൽ നീ വന്നിട്ടുള്ളത് കേവലം വിശ്വകല്യാണത്തിന് വേണ്ടിയിട്ടാണ്, ജന്മങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ സഹജമായിട്ട് അറിയുമ്പോൾ അതിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമയെ പോലെ അറിയാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ ജനിച്ചത് തന്നെ, എൻ്റെ ജന്മം തന്നെ എന്നെപ്പോലുള്ള ഒരുപാട് ദിവ്യാത്മസ്വരൂപർ. ഇപ്പം എൻ്റെ ഒപ്പം എൻ്റെ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഈ ജന്മത്തിൽ തന്നെ എന്നിലൂടെ പറയപ്പെട്ട ഓരോ കാര്യം, ജീവിതശാസ്ത്രം എന്നുള്ളത് വളരെയധികം പൊല്യൂട്ടായിട്ടുള്ള സമയമാണിത്. അതായത് ക്യാരക്ടർ ഓരോരുത്തരുടെ ഓരോ സ്ത്രീകളുടെ ഉള്ളിൽ അവർക്ക് പോലും അറിയാതെ നിദ്രാണാവസ്ഥയിലുള്ള ആ കുസംസ്കാരങ്ങൾ, അവലക്ഷണങ്ങൾ, ഈഗോ, അസൂയ, സ്വാർത്ഥത, ഞാനെന്ന അഹങ്കാരം നമ്മൾ വളരെയധികം നീറ്റായിട്ട് പുറത്ത് കാണും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര അവലക്ഷണങ്ങളുണ്ടെന്ന് അവരുടെ അറിയില്ല. അപ്പോൾ അവർക്കത് ട്രിഗർ ആവണമെങ്കിൽ അതിനെ ഒരു 1% എൻ്റെ അടുത്ത് ഉള്ളതെങ്കിൽ പോലും ഞാനതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ജന്മത്തെയാണ് തിരഞ്ഞെടുത്തത്. അത് ഉൾക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ അതിനെ അനുഭവിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ, ആ അനുഭവജ്ഞാനത്തിലൂടെയാണ് ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷന്മാർക്കും ഞാൻ ട്രിഗർ ആവുന്നത്. പലർക്കും അതെ, അത് എൻ്റെ ഓരോ വാക്ക് കേൾക്കുമ്പോൾ, എൻ്റെ സ്വാനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. പക്ഷേ മനസ്സിലായിട്ട് ശരിയാണല്ലോ ഈശ്വര, ഞാനാണല്ലോ മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്, ഞാനാണ് മാറേണ്ടത്, ഞാൻ മാറി എൻ്റെ കുടുംബം മാറുന്നുള്ളത്. അപ്പോൾ എൻ്റെ നാക്കാണ്, എൻ്റെ നോക്കാണ്, എൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്, എൻ്റെ ആലോചനകളിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പലർക്കും നന്ദിയോട് കൂടിയിട്ട് ഈശ്വര എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറയും. ചിലവർക്ക് ട്രിഗർ ആവുന്നത് വളരെ വെറുപ്പ് തോന്നും, എന്നോട് ദേഷ്യം തോന്നും. അതായത് ഈ ഉളി പോലെയാണ്, ചാട്ടുള്ളി പോലെയാണ് എൻ്റെ വാക്ക്. അതവർക്ക് വേദനിക്കും. പക്ഷെ വേദനിച്ച് അതിനെ അംഗീകരിച്ചാൽ മാത്രമേ ശില്പം ആവുള്ളൂ. ശില്പമായെങ്കിൽ മാത്രമേ മോക്ഷത്തിലേക്ക് കിടക്കാൻ പറ്റൂ. മോക്ഷം ഈസിയല്ല. നിരന്തര ആചരണ, നിരന്തര ശ്രദ്ധ, നിരന്തര സമർപ്പണം, നിരന്തരം മാറാനുള്ള പ്രയത്നം, ഉള്ള സ്ഥിതിയിൽ ഉന്നത സ്ഥിതിയിലേക്ക് നമ്മളെ ഉന്നതീകരിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള ത്രികരണ ശുദ്ധിയോടുകൂടി സത്യസന്ധമായിട്ടുള്ള പ്രയത്നം വേണം. അതിന് ചാട്ടുള്ളി, ഈ ഒരു ഉളിയെ പോലുള്ളത് വേദനാജനകമാണത്, പെയിൻഫുള്ളാണത്, അതിനെ അംഗീകരിക്കണമെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ എന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഓരോ ജന്മവും ഈ ഭൂമിയിൽ എടുത്തതും മഹാകാരണമായിട്ടുള്ളതാണ്. അതായത് നമ്മളെ നാം അശുദ്ധമാക്കി, മലിനമാക്കി അതിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് ആ അനുഭവജ്ഞാനം പറയാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ജന്മത്തിൽ അതും വെരി ക്ലിയർ ആയിട്ട് തന്നെ ഓരോ ജന്മത്തിലെയും നമുക്ക് കാണിച്ചു തരുമ്പോഴും നമ്മൾ ആദ്യം ഓരോ അനുഭവങ്ങളിലേക്കും നമ്മൾ ഈ ജന്മത്തിൽ വന്ന് അത് മലിനമായി സ്വയം ശുദ്ധീകരിക്കുമ്പോഴാണ് ഓരോരുത്തരിലെ മലിനങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അത്രയും ദിവ്യമായിട്ടുള്ള ജന്മമാണ് ഈ ജന്മം എന്നുള്ളത്. എന്താ പറയുക, വളരെ അഭിമാനം തോന്നുന്നു. അത് എല്ലാവരിലും അങ്ങനെയാണ്. പക്ഷേ ഓരോ ദിവ്യാത്മ സ്വരൂപരും വന്നിട്ടുള്ളത് അവർക്ക് ഓർമ്മയില്ല. അത് ഓർമ്മിപ്പിക്കാൻ VMC ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം, ഓരോരുത്തരും ഓരോരോ പ്ലാറ്റ്ഫോം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ആ മൂവ്മെൻറ്റിനെ റെഡിയാക്കുന്നത്. അത് ആർക്കും പൊല്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു അതിനും അവർ പ്രവേശിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ VMC അങ്ങനെയല്ല. ഓരോ ദിവ്യാത്മ സ്വരൂപരെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി ധ്യാനം ചെയ്തു പറഞ്ഞാൽ അവരുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് വളരെ ആനന്ദമാണ്. അങ്ങനെ VMC എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് ദിവ്യാത്മ സ്വരൂപരുടെ ഇൻ്റർവ്യൂസ് VMCയിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓരോരുത്തരുടെയും അനുഭവവും അവരുടെ ആനന്ദം ആ വോയിസ് മെസ്സേജുകളിലുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എല്ലാവരെയും പരിചയപ്പെടുത്തുക, എല്ലാവർക്കും വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഫാന്റാസ്റ്റിക് എന്താ പറയുക, ഒരു ഡിവൈനായിട്ടുള്ള മൂവ്മെൻറ്റ്, ഒരു പ്ലാറ്റ്ഫോമാണ് VMC. അപ്പോൾ അതൊക്കെ നടത്താനായിട്ട് ഈ ജന്മത്തിൽ മഹാകാരണ ജന്മം എടുത്തതിന് എനിക്ക് ആനന്ദമുണ്ട്. ദിവ്യാത്മ സ്വരൂപരുടെ അടുത്തേക്ക് സത്യത്തെ എത്തിക്കുന്നതിന് ഒരുപാട് ആശ്വാസമുണ്ട്. അജന്ത എല്ലോറെ കുറിച്ച് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? എന്നെ പോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പരിസ്ഥിതികളിലും ഓരോരുത്തർക്കും ഓരോ കണക്ട് ആവും. അപ്പോൾ എല്ലാവരും ധ്യാനം ചെയ്യുന്ന ഓരോ വ്യക്തികൾ, അല്ലാത്തവരും ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് സന്തോഷത്തോടു കൂടി പോകുന്ന കാണാം.
പക്ഷേ ധ്യാനികൾ അവിടെ വന്ന് സൈലൻ്റ് ആവുന്ന കാണാം. നമ്മൾ അവിടെ വന്നവരൊക്കെ നമ്മളുടെ ഒപ്പം പ്രവേശിച്ചവരൊന്നും നമ്മൾ പിന്നെ കണ്ടില്ല. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് എപ്പോഴാണ് നമ്മൾ പുറത്തു പോകുന്നത്? അപ്പോൾ നമ്മളവിടെ പരിപൂർണമായിട്ട് സൈലൻസ് ആയിരുന്നു. അപ്പോൾ ആത്മജ്ഞാനികൾ, ധ്യാനം ചെയ്യുന്ന സാധകർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എല്ലോറ അജന്ത ഗുഹ അവിടേക്ക് സന്ദർശിച്ചിട്ട് അവനവൻ്റെ ഉള്ളിലേക്ക് ശ്വാസത്തിലൂടെ പ്രയാണം ചെയ്യണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിലൂടെ പ്രയാണം ചെയ്യുമ്പോഴല്ല നമുക്കെല്ലാം കണക്ട് ആവുന്നത്. അവിടെ ഇരുന്നുകൊണ്ട്, ആ ഇരുട്ടുമുറികളിൽ ഇരുന്നുകൊണ്ട്. ഇപ്പോൾ അജന്തയിൽ നമുക്ക് കൂടുതൽ സമയം ചില ഗുഹകളിൽ ഇരിക്കാൻ പറ്റില്ല, 15 മിനിറ്റ്സ് ഉള്ളല്ലോ. ബാക്കി പല സ്ഥലത്തും നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, അങ്ങനെയല്ലോ ഇരുന്നത്. അപ്പോൾ അതേപോലെ എല്ലോറയിലാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ അവനവനെ അറിയാം, ഒരു പ്രയത്നത്തിനായിട്ട് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുഞ്ഞുമക്കളുടെയും ഒപ്പം അവിടെ പോകണമെന്നാണ് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, അപ്പോൾ ഇത് ഒരു പാസ്റ്റ് ലൈഫ് അല്ല, എൻ്റെ ഒരുപാട് ദിവ്യമായിട്ടുള്ള ജന്മങ്ങൾ, ഒരുപാട് ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ, എല്ലാ അനുഭവങ്ങളും ദിവ്യമാണ്. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വന്നതെല്ലാം ശരിക്കും വിശ്വകല്യാണത്തിന് വേണ്ടിയാണ്. ശരിക്കും EMC ചെയ്യുന്ന വർക്ക് ഏത് ലെവൽ വർക്കാണെന്നുള്ളത് മനസ്സിലാക്കുന്നവർക്ക്, ആത്മജ്ഞാനികൾക്ക്, അനുഭവജ്ഞാനികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ.